ഇവിടെ ഒരു സ്പോൺസർ പണം വെക്കുന്നു, അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അവർ വാഗ്ദാന ലംഘനം നടത്തുന്നു. അത് ഇപ്പോൾ ഒരു ചാറ്റിലൂടെ പറയുന്നു അത് കരാർ ലംഘിച്ച് കേരളമാണെന്ന് പറയും. ഇതിന് ഉത്തരം ഇപ്പോഴല്ല പറയേണ്ടത്, കൃത്യമായി തന്നെ ഇതിനൊക്കെ ഉത്തരമുണ്ട്. അത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പുറത്തു വരികയും ചെയ്യും. ഇനി മറ്റൊന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് രണ്ടിപ്പോൾ ആയിക്കഴിഞ്ഞു, ഉണ്ട് എന്ന് വന്നല്ലോ. അതേപോലെ തന്നെ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് അത് വരും, അപ്പോൾ പറയാം. ഇതിനിടയിൽ നിങ്ങളിങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ മറ്റൊരു വാർത്തയും ഇത്ര പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് ഇത് തന്നെ നമ്മൾ കാണും. ഇതൊരു പന്തുകളി നടക്കുന്നു. പന്തുകളിക്ക് വേണ്ടി ബന്ധപ്പെട്ട ലോക ചാമ്പ്യനായിട്ടുള്ള ഒരാളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, അവർക്ക് പണം കൊടുക്കുന്നു, അവർ സമയം മാറ്റി ചോദിക്കുന്നു, അത് നമ്മൾ അനുവദിക്കുന്നില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതല്ലേ? ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ അനാവശ്യമായി ഇതിനെ പെരുപ്പിച്ച് കാണിച്ച് വ്യക്തിഹത്യ നടക്കുക, ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിച്ചാൽ നല്ലതാണ് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നോക്കൂ, നിങ്ങൾ പറഞ്ഞെന്താ സർക്കാരിന് ബാധ്യതയില്ല എന്ന് മന്ത്രി അന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വിവരാവകാശ പ്രദേശം കണക്കെടുത്തപ്പോൾ 13 ലക്ഷം ചിലവായിട്ടുണ്ട്. അതെന്തിനാണ് ചിലവായത്? ആദ്യം ഇതും രണ്ടും രണ്ടല്ലേ? നമ്മൾ മെസ്സിയെ കാണാൻ ആരെങ്കിലും ഇവിടുന്ന് പോയിരുന്നു? ഞങ്ങൾ പോയ സമയത്ത് അവിടെ വെച്ച്, സ്പെയിനിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഇവരുടെ ഒരു ക്യാമ്പ് സന്ദർശിക്കാനിടയായി. നമ്മൾ അന്ന് ആഗ്രഹിച്ചെന്താ? കോഴിക്കോട് വരുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അർജൻറ്റീന പോലുള്ള, അർജൻറ്റീന എന്ന് നമ്മൾ തീരുമാനിച്ചില്ല, അർജൻറ്റീനയിലുള്ള ലോക നിലവാരമുള്ള ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഒരു പരിശീലന കേന്ദ്രം ആരംഭിക്കണം. ഇപ്പോൾ നിങ്ങൾ കേൾക്കാത്തൊരു വാർത്ത ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ സ്പെയിനിൽ തന്നെ നമ്മുടെ മിനിയാന്ന് നമ്മുടെ ഓഫീസിൽ അവർ വന്നിരുന്നല്ലോ. റിയൽ മാഡ്രിഡിന് അവർക്ക് ഇവിടെ ഇത്തരത്തിലൊരു അക്കാദമി തുടങ്ങാൻ കഴിയും. അങ്ങനെ ഒരു ക്ലബ്ബല്ല, നിരവധി ക്ലബ്ബുകൾ വരുന്നുണ്ട് വിദേശത്തുള്ള. അപ്പോൾ അതെല്ലാം വാർത്തയാക്കാൻ നമുക്ക് കഴിയില്ല. ഇത്തരം ലാലീഗ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ലീഗ് മത്സരങ്ങൾ നടത്തുന്ന ഒരു കമ്പനിയുണ്ട് സ്പെയിനിൽ. സത്യത്തിൽ അവരെയാണ് ഞങ്ങൾ കണ്ടത്. ഒന്ന് അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കാൻ പോകുന്ന കോളേജ് ലീഗ്, അതിൻ്റെ ഏറ്റവും നല്ല നടത്തിപ്പ് എങ്ങനെയാണ്? കാരണം ഒരു രാജ്യത്ത് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കോളേജ് ലീഗ് നടപ്പിലാക്കുന്നത്. അതിപ്പോൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും സ്കീമുകളുണ്ടോ? നമ്മളെ സഹായിക്കാൻ കഴിയുമോ? ഇത് ടാലൻറ്റ് കണ്ടെത്തുന്ന ഒരു കാര്യമാണ് കോളേജ് ലീഗ്. ലാലിഗ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രീമിയർ ഫുട്ബോൾ നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ, ഒരു കമ്പനിയാണ്. അവരുമായി സംസാരിച്ചു, അതും അവിടെ നിന്നുണ്ടായതാണ്. അതെന്താ വാർത്തകളാവാത്തത്? അപ്പോൾ ഇതെല്ലാം അന്ന് വസ്തുത എന്നിരിക്കെ അനാവശ്യമായിട്ടുള്ള ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കരുത് എന്നുള്ള അഭ്യർത്ഥന ഉണ്ട്. ഇത് ആരെങ്കിലും എന്തു പറയുന്ന ഒരു വാർത്ത എടുത്ത് പറയുന്നു. ഇപ്പോൾ ലിയാൻഡ്രോ, എൻ്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഈ ഒരു സാധനം, അയാളെന്തായാലും പറയാം, പ്രൊഫൈൽ, അത് ഇതല്ല. ഇനിയിപ്പോൾ മറ്റെന്താണെന്നുണ്ടെന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിലുള്ള പറയുന്നത്. അപ്പോൾ ഒന്നാമത് ലിയാൻഡ്രോ നിലവിലൊരു കാര്യത്തിന് തീരുമാനമെടുക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരാറിൻ്റെ ലംഘനമാണ്. അതും കൂടി മനസ്സിലാക്കണം. ആ കരാറിൽ പ്രത്യേകമുണ്ട്. കരാറിലുള്ള വിശദീകരണങ്ങൾ പുറത്ത് പത്രക്കാർ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പറയാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കരാർ ലംഘനം. കേരളം ലംഘിച്ചു എന്നങ്ങനെ അദ്ദേഹം പറയാം. അപ്പോൾ ആ വാർത്ത ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. കേരളത്തിൽ നമ്മുടെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മളാരും ഈ ഒരു സംവിധാനത്തിൽ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. അർജൻറ്റീന ലോകകപ്പ് വന്ന സമയത്ത് ഇത്രയും അധികം ആരാധകർ ഫുട്ബോളിനുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ലോക ചാമ്പ്യൻ അടക്കമുള്ള ടീമിനെ കേരളത്തിൽ കളിപ്പിക്കുക, അത് ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും ആഗ്രഹമാണ്.